എല്ലാവർക്കും നമസ്കാരം. ചുരിദാർ കട്ടിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ 5 മിനിറ്റിനുള്ളിൽ ചുരിദാർ കട്ട് ചെയ്തിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അറിയുന്നവർക്കും ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നുമല്ല ചെയ്യണത്. നമുക്ക് കറക്റ്റ് ഭാഗമുള്ള ഒരു ചുരിദാർ വെച്ചിട്ട് വരച്ചിട്ടാണ് ഞാനിവിടെ സിമ്പിളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമ്മളുടെ കയ്യിലുള്ള നമ്മൾ സാധാരണ ഇടുന്ന ഒരു ചുരിദാർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ചുരിദാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 3/4 കൈയാണ്. നിങ്ങളുടെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചെറിയ കൈ വെട്ടാം. അതൊക്കെ അന്നേരം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യാനുള്ള ഒരു തുണി എടുക്കണം. ഞാനിവിടെ ഒരു മാക്സി തുണിയാണ് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളതെങ്കിൽ അത് എടുക്കണം. അതെടുത്തതിന് ശേഷം നമ്മൾ അത് മടക്കണം. അതായത് അത് ആദ്യം നമുക്കത് മടക്കി കറക്റ്റായിട്ടാണ് തുണി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മറച്ചിട്ടിട്ട് മടക്കണം. അതായത് നമ്മൾ നല്ല വശം ചീത്ത വശം എന്ന് പറയും. അപ്പോൾ നല്ല വശം ഉള്ളിലേക്കും ചീത്ത വശം പുറത്തേക്കുമായിട്ട് വേണം നമ്മൾ മടക്കാനായിട്ട്. അപ്പം നമ്മളത് രണ്ടായിട്ട് ആദ്യം മടക്കണം. ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് വിശദമായിട്ട് ഇതിൽ പറയണം. എന്താ വെച്ചാൽ ഇതിലൊന്നും അറിയാത്തവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി വിശദമായിട്ട് പറയണത്. അതായത് നമ്മളൊരു തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിലേക്കായിട്ട് ചീത്ത വശം പുറത്തേക്കായിട്ട് നമ്മൾ രണ്ടാക്കി മടക്കണം. നമ്മളിങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ മടക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ മടക്കണം. അതായത് നമ്മൾ 4 മടക്കണം. 4 മടക്കിയിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് വരയ്ക്കാനായിട്ട് വിരിച്ച് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അളവ് ചുരിദാറുണ്ടല്ലോ അത് നല്ല വശം ഉള്ളിലേക്കും ചീത്ത വശം പുറത്തേക്കായിട്ട് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 4 മടക്കണം. ഇപ്പോൾ ഈ ചുരിദാർ നമ്മൾ 4 മടക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെയാണ് നമ്മൾ തുണിയും 4 മടക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ചുരിദാറുണ്ടല്ലോ അത് കറക്റ്റാക്കി പിടിച്ചിട്ട് ഈ തുണിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കണം. അതായത് നിങ്ങളിതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ അളവ് ചുരിദാർ നമ്മൾ കറക്റ്റാക്കി മടക്കിയിട്ടുണ്ട്. അത് ഈ തുണിയുടെ മേലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. അത് മുകളിൽ ഇപ്പം നിങ്ങൾക്കത് മറച്ചിട്ടുള്ള കാരണം അറിയാൻ പറ്റും. മുകളിലത്തെ തയ്യൽ തുമ്പൊക്കെ മുകളിൽ ഒപ്പായി വെക്കണം. അതുപോലെ സൈഡിൽ എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളിത് ചുരിദാറിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ചുരിദാർ കഴിഞ്ഞിട്ടും ഒത്തിരി തുണി ഇതിൽ ബാക്കിയുണ്ട്. അതായത് ഇത് മാക്സി തുണി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തുണിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെട്ടിമാറ്റാം. അപ്പോൾ നമ്മളിത് ചുരിദാറിൻ്റെ അളവ് കഴിഞ്ഞിട്ട് 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അടിഭാഗം മടക്കി അടിക്കും. മാത്രമല്ല ചിലപ്പോൾ നമുക്ക് അടിച്ചൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് വെട്ടി കളയാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് കൂടുതലിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ തുണി ഉണ്ടല്ലോ നമുക്ക് പിന്നീട് യൂസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3/4 കൈയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇറക്കം വേണം. അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് സൈഡൊക്കെ വരച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് ഇപ്പോൾ വെട്ടിയെടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് മാത്രമേ നെക്ക് വെട്ടുള്ളൂ. എങ്കിലും ആ നെക്കിൻ്റെ ഭാഗത്ത് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്താം. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അതുപോലെ അടയാളപ്പെടുത്തണം. അതായത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഇത് മടക്കിയത് കൊണ്ട് 2 ഭാഗമായിട്ട് കിട്ടും. അതായത് അടിയിലത്തെ ഭാഗമുണ്ട്, മേലത്തെ ഭാഗമുണ്ട്. അടിയിലത്തെ ഭാഗം വെച്ചാണ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ അതുപോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് വരച്ചിടാം. അതിനുശേഷം നമ്മൾ കൈക്കുഴി പറയണത് നമ്മളുടെ കൈ വെച്ച ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വരച്ചെടുക്കണം. അതിനായിട്ട് നമ്മളുടെ കൈ ഉള്ളിലേക്ക് ഒത്തിരി നമുക്ക് തള്ളി വെക്കണം. നമ്മൾ ഇതിൽ കൈ വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം നന്നായിട്ട് തള്ളി വെച്ചതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പുണ്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗത്തിനാണ് തയ്യൽ തുമ്പെന്ന് പറയുക. അത് മാത്രം വെച്ചുകൊണ്ട് നമുക്കിത് വരച്ചെടുക്കാം. ഇത് മറച്ചിട്ടിട്ട് വരയ്ക്കണോണ്ട് നമുക്ക് സുഖമായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു അളവ് കൂടെയാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിതിൽ നോക്കി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അത് വെച്ചിട്ട് ഒപ്പം പിടിച്ച് വേണം ആക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇത് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. കണ്ടു, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് വളരെ ഈസി ആയിട്ട് നമ്മളിത് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പുറത്തെ
തയ്യൽ തുമ്പ് അടക്കമുള്ള ഭാഗമാണ് നമ്മൾ വരയ്ക്കണത്. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് തയ്യൽ തുമ്പ് വരെ നമ്മൾ വരച്ച് വെട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാത്ത കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിവിടെ സ്ലിറ്റ് അടിക്കുന്നുണ്ട്. സ്ലിറ്റ് അടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അതായത് സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ മടക്കി വെക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇപ്പോഴേ വെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു രീതിക്ക് നിങ്ങൾ വരച്ച് വെട്ടാനായിട്ട് ശ്രമിക്കണം. ഇത് കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കണ്ടു, ഇവിടെ നീങ്ങിയിട്ടാണ് സ്ലിറ്റ്. പക്ഷേ ഇതിൻ്റെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് ഇത്തിരി നീങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് മടക്കി അടിക്കുമ്പോൾ ഇത്രയ്ക്കും ചെറുതാക്കി കിട്ടും. നമ്മളിപ്പോൾ ഇത് വരച്ച് കറക്റ്റായി നമ്മൾ അളവ് ചുരിദാർ മാറ്റി കഴിഞ്ഞു. ഇനി നമ്മളിത് വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിൽ കൂടെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. നമ്മളിതിപ്പോൾ വരച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, അതിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളിത് തയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടണം. ഇത് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് അടിക്കണമല്ലോ. അതിനായിട്ട് നമ്മളുടെ അളവ് ചുരിദാറുണ്ടല്ലോ, അതിൻ്റെ നല്ല വശം എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ആക്കണം. നമ്മൾ മുന്നേ നമ്മൾ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചീത്ത വശമാണ് എടുത്തത് എങ്കിൽ ഇപ്പോൾ ഷേപ്പ് വരയ്ക്കാനായിട്ട് ചുരിദാറിൻ്റെ നല്ല വശം എടുക്കണം. നല്ല വശം എടുത്ത് നാലാക്കി മടക്കി നമ്മൾ ഇവിടെ ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് നമ്മൾ ഒരു സൈഡിലേ ഉള്ളൂ, മറ്റേ സൈഡിലേക്ക് അത് മാറ്റണം. എങ്കിലാണ് നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് വ്യത്യാസം വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് പകർത്തണം. അപ്പോൾ ഇത് ഒന്നും കൂടെ മടക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതുമൊന്ന് തട്ടി കൊടുത്താൽ ഇത് ചോക്കിൻ്റെ പൊടിയാണല്ലോ, അതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് അത് പതിയും. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ഒന്നും കൂടെ നന്നാക്കി വരച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കറക്റ്റ് ഷേപ്പ് കിട്ടും നമുക്ക്. പിന്നെ തയ്ച്ചിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഷേപ്പിൻ്റെ വ്യത്യാസത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. പക്ഷേ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇത് അടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് ഷേപ്പൊക്കെ വരച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. നമ്മളിത് കൈക്കുഴി വെട്ടിയ സമയത്ത് അതിൽ കുറച്ച് ഭാഗം നമുക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ കൈ എടുക്കുന്നത്. അതായത് ഞാനിപ്പോൾ 3/4 കൈയല്ല വെട്ടിയെടുക്കുന്നത്, ചെറിയൊരു കൈയിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ വെട്ടിയെടുക്കുന്നത്. പിന്നീട് നമ്മൾ തയ്ക്കണ സമയത്ത് നിങ്ങളുടെ കയ്യിറക്കത്തിനനുസരിച്ച് നമുക്കത് മടക്കി അടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചുരിദാർ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കൈയൊക്കെ കട്ട് ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്ക് വെട്ടാനാണ്, അത് നമ്മൾ തയ്ക്കണ നേരത്താണ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.